പണ്ട് അയോധ്യയിലെ ഒരു രാജാവായിരുന്നു സഗരൻ. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന സഗര രാജാവിന് ഭൃഗു മഹർഷിയുടെ അനുഗ്രഹത്താൽ കേശിനി എന്ന ഭാര്യയിൽ ഒരു പുത്രനുണ്ടായി. സുമതി എന്ന മറ്റൊരു ഭാര്യയിൽ 60,000 പുത്രന്മാരുമുണ്ടായി. അനേകം പുണ്യപ്രവൃത്തികൾ ചെയ്തിരുന്ന അദ്ദേഹം ഒരിക്കൽ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം യാഗാശ്വത്തെ യാഗാവശ്യത്തിനായി പറഞ്ഞയച്ചു. അശ്വമേധയാഗത്തെ ഭയപ്പെട്ടിരുന്ന ഇന്ദ്രൻ രാക്ഷസരൂപം പ്രാപിച്ച് യാഗാശ്വത്തെ മോഷ്ടിച്ചു. ഇന്ദ്രൻ ആ അശ്വത്തെ പാതാളത്തിൽ കപില മഹർഷി തപസ്സു ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചുവെച്ചു. അങ്ങനെ സഗരപുത്രന്മാർ യാഗാശ്വത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവസാനം അവർ പാതാളത്തിൽ കപില മഹർഷിയുടെ ഗുഹയ്ക്കുള്ളിൽ അതിനെ കണ്ടെത്തി. അശ്വത്തെ കണ്ടെത്തിയ സന്തോഷത്തിൽ സഗരപുത്രന്മാർ ഉച്ചത്തിൽ ശബ്ദമുയർത്തി. തപോഭംഗം വന്ന കപില മഹർഷി തൽക്ഷണം സഗരപുത്രന്മാരെ ഭസ്മമാക്കി കളഞ്ഞു. തൻ്റെ പുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്ത് ആത്മശാന്തി നൽകാൻ കഴിയാഞ്ഞതിൽ സഗര രാജാവ് അത്യന്തം വിഷമിച്ചു. പിന്നീട് രാജാവായിരുന്ന ദിലീപ മഹാരാജാവും തൻ്റെ പൂർവികന്മാരുടെ ആത്മാക്കൾക്ക് മോക്ഷം സാധിക്കാഞ്ഞതിൽ അത്യന്തം വിഷമിച്ചു. അദ്ദേഹത്തിന് ഭഗീരഥൻ എന്ന ഒരു പുത്രനുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഭഗീരഥ രാജാവ് രാജ്യഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ഈ അവസ്ഥയിൽ അത്യന്തം ദുഃഖമുണ്ടായി. തൻ്റെ പൂർവികന്മാരുടെ ആത്മശാന്തിക്കായി അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഗംഗയെ ഭൂമിയിലെത്തിക്കാനുള്ള വരം ബ്രഹ്മദേവൻ ഭഗീരഥ രാജാവിന് നൽകി. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകുവാൻ തയ്യാറെടുത്തപ്പോൾ ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ട് അതിശക്തിയോടെ ഒഴുകുന്ന ഗംഗാനദിയെ തനിക്ക് താങ്ങാൻ സാധിക്കില്ല എന്നറിയിച്ചു. മഹാദേവന് മാത്രമേ ഗംഗാനദിയെ വഹിക്കാൻ ത്രാണിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ഒടുവിൽ മഹാദേവൻ തൻ്റെ ജടയിൽ ഗംഗാനദിയെ വഹിച്ചു. ഗംഗാദേവിയുടെ അഹങ്കാരം മനസ്സിലാക്കിയ ശിവഭഗവാൻ ഗംഗയെ തൻ്റെ ജടയിൽ എന്നേക്കുമായി ഒതുക്കി വച്ചു. ഗംഗാദേവിയെ കണ്ടെത്താൻ കഴിയാതിരുന്ന ഭഗീരഥ മഹാരാജാവ് വീണ്ടും മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. അങ്ങനെ തിരുജടയിൽ വസിച്ച് അഹങ്കാരം ശമിച്ച ഗംഗാദേവിയെ മഹാദേവൻ മോചിപ്പിച്ചു. പിന്നീട് ഗംഗാദേവി ഭഗീരഥ രാജാവിനെ അനുഗമിച്ച് പാതാളത്തിൽ കപിലമുനി തപം ചെയ്തുകൊണ്ടിരുന്ന ഗുഹയ്ക്കുള്ളിലേക്കിറങ്ങി സഗരപുത്രന്മാർക്ക് മോക്ഷം നൽകി. ഈ കഠിന പ്രയത്നങ്ങളെ പിന്നീട് ഭഗീരഥ പ്രയത്നം എന്ന് പറയപ്പെട്ടു.